450 സ്ക്രീനുകളിൽ ഇപ്പോഴും മാർക്കോ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 450 സ്ക്രീനുകളിൽ ഇപ്പോഴും മാർക്കോ. മാർക്കോയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചിത്രത്തിന്റെ OTT റിലീസ് വരാനിരിക്കുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററുകളിൽ പരമാവധി കളക്ഷൻ ചിത്രം നേടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏറ്റവും അടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത് തന്നെ OTTയിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഫെബ്രുവരിയിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കാത്തിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു റിലീസിന് വേണ്ടി. കാരണം ഒരുപാട് രംഗങ്ങൾ സിനിമയിൽ കാണിക്കാൻ പോയതുണ്ട്. ചിത്രത്തിന്റെ വയലൻസ് എത്രമാത്രമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് രംഗങ്ങൾ അങ്ങനെ മാറ്റിവെച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റാതെ പോയ രംഗങ്ങൾ OTTയിൽ കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. OTTയിൽ സിനിമ വരുന്നതിന് മുമ്പ് ചിത്രം ഒരുപാട് കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 115 കോടി രൂപയാണ് ആഗോളതലത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴും 450 സ്ക്രീനുകളിൽ വേൾഡ് വൈഡായി മാർക്കോ അതിന്റെ അശ്വമേധം തുടരുകയാണ്. പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു ബ്രൂട്ടൽ ഡൊമിനേഷൻ തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതൊരു സർട്ടിഫിക്കറ്റഡ് സിനിമയാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് അത്തരത്തിൽ ഒരു സിനിമയ്ക്ക് നേടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയിരിക്കുന്നത്. മാത്രമല്ല, ഉണ്ണി മുകുന്ദന്റെ ആ ഒരു സ്റ്റാർഡത്തിന് വലിയ രീതിയിൽ തന്നെ ഒരു ഹൈപ്പ് നൽകാൻ ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. 115 കോടി രൂപ ഇതുവരെ സിനിമയുടെ ആകെ ബിസിനസ് കളക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ലോകമൊട്ടാകെ 450 സ്ക്രീനുകളിൽ സിനിമയുടെ പ്രദർശനം തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ അത് മാറിയേക്കാം. ഫിഗർ ഇനിയും കൂടുമെന്ന് തന്നെ പറയുന്നു. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ഈ ചിത്രം കഴിഞ്ഞ വർഷത്തെ സെൻസേഷണൽ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. 100 കോടി ക്ലബിലെത്തുന്ന ഉണ്ണിമുകുന്ദന്റെ രണ്ടാം ചിത്രമാണ് മാർക്കോ എന്നാണ് പറയപ്പെടുന്നത്. 2022 പുറത്തിറങ്ങിയ മാളികപ്പുറമായിരുന്നു ബിസിനസ് ടോട്ടൽ എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ 2022 100 കോടി ക്ലബിലെത്തിയ ചിത്രമായിരുന്നു മാളികപ്പുറം ആദ്യത്തേത്. റിലീസ് ചെയ്ത മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിലെല്ലാം തന്നെ നിറഞ്ഞ സദസ്സിൽ മാർക്കോ പ്രദർശനം തുടരുകയാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ഹനീഫ് അദേനിയുടെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ഡിസംബർ 20 കേരളത്തിൽ റിലീസിനെത്തിയത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രമായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 5 ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസിനെത്തിയിരിക്കുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം ആഗോള റിലീസിനെത്തിയപ്പോൾ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ പ്രദർശനത്തിൽ എത്തിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്. ഉണ്ണി മുകുന്ദൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. പരിക്കൻ ഗെറ്റപ്പിലെല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിനാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലുള്ളത്. ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. പോരാത്തതിന് വലിയ വില്ലനായി എത്തിയ കബീർ ദുഹാൻ സിംഗും ടർബോയിൽ നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ ഭീകരനായ ഒരു വില്ലനായി അദ്ദേഹം തകർത്താടുകയാണ്. ഒപ്പം തന്നെ തിലകന്റെ പേരക്കുട്ടിയായ ഷമി തിലകന്റെ മകനായ അഭിമന്യു തിലകനും തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. സിദ്ദിഖിനെയും ആൻസൺ പോളിനെയും നമുക്ക് ഇത്തരണത്തിൽ ഒരിക്കലും സ്മരിക്കാതിരിക്കാൻ വയ്യ. കാരണം ഗംഭീര പെർഫോമൻസ് തന്നെയാണ് അവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ണിമുകുന്ദന്റെ അനിയനായി വേഷമിട്ട വ്യക്തിയും കിടിലൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒരുപക്ഷെ തുടർന്നുള്ള സീരീസുകളായി 4 5 ഭാഗങ്ങൾ വരെ വന്നേക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും രണ്ടാം ഭാഗത്തിനുള്ള ഒരുക്കങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഈ ചിത്രം എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കുമെന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.